ഗവൺമെന്റ് ഇറക്കിയ ഒരു ഗസറ്റിന്റെ കോപ്പിയായിട്ടാണ് വന്നത്. ആ ഗസറ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണ് എന്നതിന് ശരിയായ ഒരു ഡെഫിനിഷൻ ആ ഒരു ഗസറ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതോടുകൂടി ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഒരു ബിസിനസ്സായിട്ട് മാറി എന്ന് എന്നെ അറിയിക്കാൻ വേണ്ടി കൂടിയാണ് അവർ വന്നത്. അപ്പൊ അവർ ഈ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്നോട് പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ബിസിനസിന്റെ സാധ്യതകളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. എങ്കിലും എന്നോട് ഈ ബിസിനസ് ചെയ്യണം എന്നവർ അതിനു മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ അന്ന് എന്നോട് പറഞ്ഞു, സാർ എന്തായാലും ഇത് ഒഫീഷ്യലായിട്ട് ലീഗലായിട്ട് ബിസിനസ്സായിട്ട് മാറി, അതുകൊണ്ട് സാർ എന്തായാലും ബിസിനസ് തുടങ്ങണം. അപ്പം ഞാൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, പ്രത്യേകിച്ച് തഹസിൽദാരായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ പേരിൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വൈഫിൻ്റെ പേരിൽ തുടങ്ങി വെച്ചു. അപ്പോൾ തുടങ്ങി വെച്ചെന്നേ ഉള്ളൂ. കാര്യം സമയം ഒന്നും ഒട്ടുകൊണ്ടില്ലായിരുന്നുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നീട് 2017 ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർ ചെയ്തു. റിട്ടയർമെന്റിന് ശേഷം ശരിക്കും ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത് 2018 ഫെബ്രുവരി മാർച്ച് മുതലാണ്. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, എൻ്റെ എക്സ്പീരിയൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കടക്കാം. അതായത് ഈ ഒരു പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്തപ്പോൾ നമ്മുടെ റഫീഖ് സാറ് ഒരു കാര്യം പറഞ്ഞിരുന്നു. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ ചെയ്യുന്ന ഒരു ബിസിനസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തിന് ഈ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ആ ചോദ്യം. അതിനുള്ളൊരു ഉത്തരവാണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം നിങ്ങൾക്കറിയാം, ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു പെൻഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. എന്നേക്കാൾ കൂടുതൽ പെൻഷൻ എൻ്റെ വൈഫിന് കിട്ടുന്നുണ്ട്. മക്കൾക്ക് രണ്ടുപേർക്കും ഒരു 1,00,000 മുകളിൽ ശമ്പളമൊക്കെയാണ്. ഇന്ത്യയിൽ തന്നെയാണ് അവർ ജോലി ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാനൊരു കഥ പറയാം, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഒരു 10-75 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ്, നടന്ന സംഭവം. അന്ന് ഒരു രാജ്യത്ത് നിന്ന് ഒരു രാജ്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പോലെ ഫ്ലൈറ്റ് ഒന്നും ഇല്ല, കൂടുതൽ ആൾക്കാരും കപ്പലിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു കപ്പൽ യാത്രയ്ക്ക് ശേഷം 10-12 ദിവസമൊക്കെ എടുക്കും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാനൊക്കെ. അപ്പൊ കപ്പൽ യാത്രയ്ക്ക് ശേഷം ഈ ആൾക്കാരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, കപ്പലിന്റെ യാത്ര എന്ന് പറയുന്നത് കേട്ടിട്ടെങ്കിലും ഉണ്ടാവും, പോയിട്ടുള്ളവർ ഒരുപാടുണ്ടാവും, ബാക്കിയുള്ളവർ കേട്ടിട്ടുണ്ടാവും. വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. കാര്യം വെച്ചാൽ മറ്റുള്ള യാത്രകൾ പോലെയല്ല. അവിടെ ഡാൻസ് ഉണ്ടാവും, പാട്ടുണ്ടാവും, രാവിലെ തൊട്ട് രാത്രി വരെ. ചില കപ്പലുകളിലൊക്കെ ആണെങ്കിൽ 24 അവേഴ്സ് റെസ്റ്റോറൻറ്റ് തുറന്നിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. 3 ദോശ എന്നോ അല്ലെങ്കിൽ 2 ഇഡ്ഡലി എന്നോ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം, വയറ് നിറച്ച് കഴിക്കാം. അപ്പൊ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച ഒരു 10-12 ദിവസം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ആ യാത്ര അവസാനിച്ചല്ലോ എന്നുള്ള സങ്കടവും കൂടെ ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക, കപ്പലിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ഇറങ്ങുന്ന സമയത്ത് ആ കപ്പലിന്റെ ക്യാപ്റ്റൻ എല്ലാവർക്കും ഷേക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. കാര്യം ആ ദിവസം കൊണ്ട് 10-12 ദിവസം കൊണ്ട് ആ കപ്പലിൽ സഞ്ചരിച്ച എല്ലാവരെയും ആർക്കറിയാം? ക്യാപ്റ്റൻ അറിയാം. പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആൾക്കാരിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് പരിചയമില്ലാത്ത ഒരാളെ അദ്ദേഹം കണ്ടു. അപ്പൊ ആ കണ്ട ഉടനെ അദ്ദേഹം ചോദിച്ചു, ഈ സാറെ ഞാൻ ഇപ്പോഴാണല്ലോ കാണുന്നത്, 10-12 ദിവസമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ഷിപ്പിൽ ഉണ്ടായിരുന്നല്ലോ, ഇതുവരെ ഞാൻ സാറിനെ കണ്ടില്ലല്ലോ. റെസ്റ്റോറൻറ്റിൽ കണ്ടില്ല, ഡാൻസ് ബാറിൽ കണ്ടില്ല, അല്ലെങ്കിൽ നമുക്ക് റിക്രിയേഷൻ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അവിടെ കണ്ടില്ല, സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു അവിടെ കണ്ടില്ല, ഓരോരുത്തരും കണ്ടില്ല. സാർ ഇത് എവിടെയായിരുന്നു? ഉടനെ ആ അല്പം പ്രായം ചെന്ന ആ വ്യക്തി പറഞ്ഞത്, ഞാൻ എൻ്റെ മുറിയിൽ തന്നെ ആയിരുന്നു. അപ്പം ഭക്ഷണം കഴിച്ചതോ? ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഈ 10-12 ദിവസം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഭക്ഷണം ഞാൻ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിരുന്നു, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിരുന്നു, അതാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു വ്യക്തി, ഈ ക്യാപ്റ്റൻ പറഞ്ഞു, സാറേ എന്തും മണ്ടത്തരമാണ് സാറ് കാണിച്ചത്. സാറ് ഈ യാത്ര ചെയ്യാൻ വേണ്ടി കൊടുത്ത പൈസയിൽ ഈ കപ്പലിൽ ഉപയോഗിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും, റെസ്റ്റോറൻറ്റും എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് സാറിന് കിട്ടിയത്. സാറ് ഒന്നും ഉപയോഗിച്ചില്ല. അതായത് രാവിലെ പോയി നമുക്ക് ബെഡ് കോഫി കുടിക്കാം, അത് കഴിഞ്ഞ് വീണ്ടും പോയി ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കാം, ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാം, ഇതിനിടയ്ക്ക് വേണമെങ്കിൽ പരിപ്പുവടയും ചായയൊക്കെ കഴിക്കാം. എല്ലാം ആ കപ്പലിലുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. പക്ഷെ ഈ വ്യക്തി ഒന്നും കഴിച്ചില്ല. കാര്യം പുള്ളി വിചാരിച്ചിരുന്നത് അങ്ങോട്ട് പോകാനുള്ള യാത്രാക്കൂലി മാത്രമാണ് പുള്ളി കൊടുത്തിരിക്കുന്നത്. കപ്പലിലെ ആഹാരം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ഡാൻസ് കളി കാണണമെന്നുണ്ടെങ്കിൽ പിന്നെയും പൈസ കൊടുക്കണം. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ല എന്നാണ്. പിന്നെയും പൈസ കൊടുക്കാനായിട്ട് അദ്ദേഹം കയ്യിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ചെലവ് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ചിലവുണ്ടായിരുന്നു അങ്ങനെ.
ഇല്ല, അദ്ദേഹം കൊടുത്ത ആ ചാർജില്, ആ കപ്പലിന്റെ ഫെയറില് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിത് പറയാനായിട്ട് കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഒരുപാട് സൗകര്യങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അനുഭവിക്കാതെ നമ്മൾ ജീവിക്കുന്നു, മരിക്കുന്നു. മരിക്കുന്ന സമയത്ത് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ദൈവം തന്നെ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ സ്വർഗത്തിലേക്ക് വരുന്നത്? ഈ സ്വർഗത്തിലുള്ളതിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷങ്ങൾ നിങ്ങൾക്ക് ഭൂമിയിൽ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ അതൊന്നും അനുഭവിച്ചില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു ബിസിനസ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ, എന്തിനാണ് എനിക്ക് ഈ ഒരു ബിസിനസ്? അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വരുമാനമുള്ളവരാണ്. വരുമാനം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ഭർത്താവിനായിരിക്കും വരുമാനം, അല്ലെങ്കിൽ ഭാര്യയ്ക്കായിരിക്കാം. എന്തായാലും ആ ഒരു കുടുംബത്തിലേക്ക് വരുമാനമുണ്ട്. പക്ഷേ ആ വരുമാനം കൂടാതെ എന്തിനെനിക്ക് വേറൊരു വരുമാനം വേണം? നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു സംശയമാണ്. ശരിയല്ലേ? തോന്നിയിട്ടുണ്ടോ അങ്ങനെ? കാര്യം ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ് തലവേദന, അല്ലേ? ആണോ? ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നവർക്കറിയാം എന്തെല്ലാം തലവേദനകൾ കഴിഞ്ഞാണ് ആ ബിസിനസ്സിൽ ഒരു അല്പം പൈസ നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് തോന്നും, ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ, എനിക്കൊരു വരുമാനമുണ്ടോ? അപ്പൊ അവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉള്ള മറുപടി. കാരണം ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏത് പ്രമുഖനെ എടുത്തു കഴിഞ്ഞാലും, ഏത് സാമ്പത്തിക വിദഗ്ധനെ എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഏത് സമ്പന്നനെ എടുത്തു കഴിഞ്ഞാലും, അവരാരും ഒരു മേഖലയിൽ നിന്ന് വരുമാനം വാങ്ങിച്ചവരല്ല, അല്ലെങ്കിൽ അവർ തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിന്ന് ബിസിനസ് ചെയ്തവരല്ല. അവർ ഒരുപാട് ബിസിനസ്സുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബിസിനസ്സുകളിൽ നിന്നെല്ലാം ചില ബിസിനസ്സുകളിൽ ചിലപ്പോൾ അവർക്ക് പൂർത്തിയാക്കാൻ പറ്റാതെ ഇട്ടിട്ടുണ്ടായിരിക്കാം, കളഞ്ഞിട്ടുണ്ടായിരിക്കാം, നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എങ്കിലും അവർ പുതിയ പുതിയ ബിസിനസ്സുകൾ, ലാഭകരമായ ബിസിനസ്സുകൾ കണ്ടെത്തി അതിലേക്ക് കടന്നു വന്നു. പിടികിട്ടിയോ? എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് വരുമാനം ഉണ്ടെങ്കിലും നാളെ നമുക്ക് വരുമാനം ആവശ്യമാണ്, തീർച്ചയായിട്ടും ആവശ്യമാണ്. കാര്യം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ആ ഭൂതം ലോകം മുഴുവൻ ഇങ്ങനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കൊന്നും തോന്നുന്നില്ല. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇന്നുള്ള പല ജോലികളും ഇന്ന് നിങ്ങൾ ചെയ്യുന്ന, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല പറയുന്നത്, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പല ജോലികളും നാളെ കാണില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ടെക്നോളജിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 10 വർഷം 15 വർഷമൊക്കെ സമയം കിട്ടും. പക്ഷേ മൈക്രോസോഫ്റ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ IT കമ്പനിയാണ്. ആ IT കമ്പനിയുടെ വൈസ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്, ഇന്നുള്ള ഒരു 60-70% വൈറ്റ് കോളർ ജോബ്, അതായത് ഓഫീസിലിരുന്ന് നമ്മുടെ ഫാനിന്റെ അടിയിലോ അല്ലെങ്കിൽ AC-യിലോ ഇരുന്ന് ചെയ്യുന്ന ഒരുപാട് ജോലികൾ അടുത്ത 1.5-2 വർഷം കൊണ്ട് ഇല്ലാതാകും. എത്ര പേരുടെ ജോലി പോകും? ഈ ഒരാഴ്ചക്ക് മുമ്പ് ഒറാക്കിൾ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു IT കമ്പനിയാണ്. ഒറ്റ ദിവസം അവർ പിരിച്ചുവിട്ടത്, ഒറ്റ ദിവസം 32,000 പേരെയാണ്. നിങ്ങളൊക്കെ വായിച്ചാണ് ഒരു പക്ഷേ. അതായത് ഓഫീസിൽ പോകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നമ്മളൊക്കെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ എന്തോ നോക്കുന്നത്? വാട്സാപ്പിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഫേസ്ബുക്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കും, അല്ലേ? എന്നാൽ അവർ നോക്കുന്ന അതല്ല, ആദ്യം നോക്കുന്നത് മെയിൽ ചെക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ രാവിലെ ഒരു മെയിൽ വന്ന് കിടക്കുന്നു, കമ്പനിയിൽ നിന്നാണ് വന്നത്, എന്തെങ്കിലും നല്ല കാര്യമായിരിക്കും എന്ന് പറഞ്ഞ് നോക്കിയപ്പം മെയിൽ ഇത്രേ വന്നിട്ടുള്ളൂ, ഇന്ന് മുതൽ ഓഫീസിലോട്ട് വരണ്ട, നിങ്ങൾക്ക് അല്പം കോമ്പൻസേഷൻ തരും, പിരിച്ചുവിട്ടതിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ, നമുക്ക് വെച്ച പൈസ കൊടുക്കണം. ആ പൈസ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ HR മാനേജറെ കോൺടാക്ട് ചെയ്യുക. നാളെ മുതൽ നല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ നല്ല, അല്ലെങ്കിൽ അടുത്ത വർഷം മുതൽ നല്ല പറഞ്ഞിരിക്കുന്നത്, ഇന്ന് മുതൽ, അതായത് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 10,000-ഓളം പേരെ ഒറാക്കിൾ എന്ന കമ്പനി ഒറ്റ ദിവസം കൊണ്ട് പിരിച്ചു. ഇത് നമുക്ക് തോന്നത്തില്ല, ഒരുപക്ഷെ നമ്മുടെ വീട്ടിലാരും അതിനകത്ത് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് സംഭവിക്കാൻ പോവാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലുള്ള ഒരുപാട് വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരും. കാര്യം ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള മിടുക്ക് കമ്പ്യൂട്ടറിനും റോബോട്ടിനൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് വാർത്തകൾ ഇനി നിങ്ങൾ കേട്ടിട്ടുള്ള, നിങ്ങൾക്ക് അറിയാവുന്ന, ഇപ്പൊ ഇവിടെ ധാരാളം ആൾക്കാർ ദുബായിലും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ബന്ധുക്കളൊക്കെ ഉണ്ടാവും. ഡ്രൈവർ ഇല്ലാതെ ഓടിക്കുന്ന വാഹനം കണ്ടുപിടിച്ചൊന്നും കേട്ടല്ലോ, അല്ലേ? കണ്ടുപിടിച്ചൊന്നല്ല, ഒരുപാട് രാജ്യങ്ങളിൽ ടാക്സി ആയിട്ടൊക്കെ ഓടാൻ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്ത്യയിലേക്കൊക്കെ വരാനായിട്ട് ഒരുപാട് താമസിക്കും, അതുകൊണ്ട് ഇന്ത്യയിലെ ഡ്രൈവർമാർക്കൊന്നും, ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാർക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഡ്രൈവർമാരെ പോലും, കേരളത്തിലെ ഡ്രൈവർമാരെ പോലും ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഒരു 2-3 മാസം മുമ്പ് പേപ്പറിലൊക്കെ വന്നിരുന്നു. അതായത് ദുബായിലും അമേരിക്കയിലൊക്കെ കണ്ടുപിടിച്ചത് പുതിയ കാറുകളാണ്.
പുതിയ കാറുകൾ കണ്ടുപിടിച്ചിട്ട് ആ കാറിന് ഡ്രൈവർ വേണ്ട. പക്ഷേ കേരളത്തിലെ മിടുക്കന്മാരായ എഞ്ചിനീയർമാർ കണ്ടുപിടിച്ചത് അങ്ങനെയല്ല. നിങ്ങൾ ഓടിക്കുന്നത് മാരുതിയുടെ 800 ആണെങ്കിലും അവർ കണ്ടുപിടിച്ച ഒരു ഡിവൈസ്, ഒരു പ്രത്യേക മിഷൻ, ആ മിഷൻ ആ 800 കാറിൽ ഫിറ്റ് ചെയ്താൽ പിന്നെ ആര് വേണ്ട? ഡ്രൈവർ ഇല്ലാതെ നിങ്ങളുടെ കാറ് ഓടും. എന്ന് വെച്ചാല് ഇന്ത്യയിലുള്ള ഏത് വാഹനവും ഓടിക്കാൻ ആ മിഷൻ മതി. പുതിയ കാറുകളോ പുതിയ വണ്ടികളോ ഒന്നും വേണ്ട. എത്ര പേരുടെ പണിയായിരിക്കും? ഇതുപോലുള്ള കാര്യങ്ങള് തമാശയ്ക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ വരുമാനം മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇതുപോലൊരു മെയിൽ നമുക്കും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഏറ്റെടുത്ത് ചെയ്യുക. ഇത് ചെറിയൊരു ബിസിനസ് അല്ല. ലോകത്ത് ഇന്ന് കാട്ടുതീ പോലെ പറന്നുകൊണ്ടിരിക്കുന്ന, ഇന്ന് ലോകത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ശക്തമായിട്ട് പോകുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ആ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ന് ഇന്ത്യയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ, മറ്റൊരു കമ്പനിയും വളരാത്ത രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ, അത് മലേഷ്യൻ മാർക്കറ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ എന്നോട് ചിലപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ AI എന്ന സംഭവം നാളെ ഈ കമ്പനിയെ ബാധിക്കത്തില്ലേ? അല്ലേ? ചോദിക്കാം. ഇവിടെ പല്ല് തേക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇനി അടുത്തൊരു ചോദ്യം, മനുഷ്യനുള്ളിടത്തോളം കാലം, മനുഷ്യൻ എത്ര പുരോഗതിയിലേക്ക് എത്തിയാലും രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കും. ശരിയല്ലേ? ഒന്ന് പ്രതികരിച്ചേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മനുഷ്യനുള്ളിടത്തോളം കാലം മനുഷ്യർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനുള്ളിടത്തോളം കാലം ഈ കമ്പനി ഉണ്ടാവും. ഈ ബിസിനസ് ചെയ്യുന്നവർക്കും മനുഷ്യനുള്ളിടത്തോളം കാലം ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. പിടിയോ? അപ്പൊ അതുകൊണ്ട് യാതൊരു സംശയമില്ലാതെ കടന്നു വരാൻ പറ്റും. ഇനി ഈ ബിസിനസ്സിൽ കടന്നു വരാൻ നേരത്തെ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഇനി ലക്ഷങ്ങൾ വല്ലതും മുടക്കണോ? അങ്ങനെ ലക്ഷങ്ങൾ വല്ലതും മുടക്കണമെന്ന് മാഡം പറഞ്ഞായിരുന്നോ? ഇല്ല. നിങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ മാത്രം വാങ്ങിച്ചാൽ മതി. ഇന്ന് വാങ്ങിക്കുന്നത് നമ്മുടെ ബഷീറിന്റെ കടയിൽ നിന്നാണെങ്കിൽ നാളെ മുതൽ ഈ കമ്പനിയുടെ കടയിൽ നിന്ന് വാങ്ങിക്കുക. ആ ബ്രാൻഡും കടയും ഒന്ന് മാറ്റുക. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടും, അതോടൊപ്പം ഒരു ബിസിനസ് ചെയ്യാനുള്ള ലൈസൻസും കിട്ടും. അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയ ആൾക്കാരാണ് ഇവിടെ കഴിഞ്ഞ 1 മണിക്കൂർ കൊണ്ട് ഒരുപാട് ആൾക്കാർ എക്സ്പീരിയൻസ് പറഞ്ഞത്. അതായത് ഇത് ചെയ്യാൻ പറ്റുമോ, ഇത് ഞാൻ ചെയ്താൽ വിജയിക്കുമോ എന്നൊക്കെ സംശയിച്ച ആൾക്കാർ, അല്ലെങ്കിൽ നാട്ടിലുള്ളവരെ മുഴുവൻ നീ ചെയ്താൽ ഒരിക്കലും വിജയിക്കത്തില്ലെന്ന് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ വിജയിച്ചു, ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് സ്കൂട്ടർ വാങ്ങിച്ചു, ബൈക്ക് വാങ്ങിച്ചു, കാറ് വാങ്ങിച്ചു, വീട് വെച്ചു, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നാളെ നിങ്ങൾക്കും പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് തന്നെ ഈ ബിസിനസ് അവസരം എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. വേണ്ടെന്ന് വെക്കുകയല്ല ചെയ്യേണ്ടത്, ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുക്കുകയാണെങ്കിൽ അടുത്ത 2-3 വർഷം, ഞങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്ന്. ഞാൻ തുടങ്ങുന്ന സമയത്ത് കമ്പനിക്ക് കേരളത്തിൽ ഓഫീസ് പോലും ഇല്ല, സ്റ്റോറില്ല. കേരളത്തിന്റെ വെളിയിൽ പോയി വേണമൊക്കെ സാധനമൊക്കെ വാങ്ങിക്കാൻ. പക്ഷെ ഇന്ന് കമ്പനിക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ സ്റ്റോറുണ്ട്, കമ്പനിക്ക് ഓഫീസുണ്ട്, ഒരുപാട് ആൾക്കാർ വിജയിച്ചവരുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കാൻ ആരുമില്ലായിരുന്നു. ഇന്ന് ഏത് പഞ്ചായത്തിൽ ചെന്നാലും മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയോടെ വരുമാനം വാങ്ങിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കിയ നിരവധി ആൾക്കാരെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. എന്നെ കൊണ്ടുവന്ന അനീഷ് സാറും ഇന്ന് ആ പഞ്ചായത്തിന്റെ പേര് ഞാൻ പറയാം, പുന്നപ്പുറ വടക്ക് പഞ്ചായത്ത്, നമ്മുടെ പഴയ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ചെന്നിട്ട് പഞ്ചായത്ത് ഓഫീസിൽ പോവുക, എന്നിട്ട് അവിടെ ചെന്നിട്ട് തിരക്കുക, ഈ പഞ്ചായത്തില് ഏറ്റവും കൂടുതൽ വീടിന് കരം കൊടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് വേറെ ആരുമല്ല, ബാബു എന്ന വ്യക്തി. വേറെ ആരുമല്ല, അനീഷ് സാറിന്റെ അച്ഛൻ. അതായത് ഒരു പഞ്ചായത്തിലെ ഏറ്റവും വലിയ വീട്ടിൽ താമസിക്കുന്നത് ഇന്ന് മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് എന്ന കമ്പനിയുടെ ബിസിനസ് ചെയ്യുന്ന അതാണ്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ, ഒരു പഞ്ചായത്ത് മാത്രമല്ല, ഇനി നാളെ ഏതാണ്ട് 1000-ലധികം പഞ്ചായത്തുണ്ട്. ആ 1000 പഞ്ചായത്തിൽ ചെന്നാലും ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്രയും കമ്പനി വളർന്നു കഴിഞ്ഞു. കമ്പനി വളർന്നെന്ന് മാത്രമല്ല, കമ്പനി മാത്രം വളർന്നിട്ട് കാര്യമുണ്ടോ? റിലയൻസ് എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയല്ലേ, അവരുടെ ലാഭം മനോരമയിലും മാതൃഭൂമിയിലും മറ്റു പത്രങ്ങളിലൊക്കെ വരും. ഈ വർഷം ഇത്ര രൂപ ലാഭം, 1 ലക്ഷം കോടിക്ക് മുകളിലാണ് ഒരു വർഷത്തെ അവരുടെ ലാഭം. അതിൽ ജോലി ചെയ്യുന്ന ആർക്കും എന്തെങ്കിലും ഗുണമുണ്ടോ? ആർക്കാ ഗുണം? അംബാനിക്ക് മാത്രമേ ഗുണമുള്ളൂ അല്ലേ? പക്ഷെ ഈ കമ്പനി വളർന്നു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ടേൺ ഓവറിന്റെ 50% കൊടുക്കുന്നത് ഈ ബിസിനസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ കമ്പനി വളരുന്നവരും ഈ കമ്പനി പ്രവർത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സും വളർന്നുകൊണ്ടിരിക്കും. അപ്പം പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരു എക്സ്പീരിയൻസ് ഇവിടെ ചുരുക്കി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം.
നേരത്തെ പറഞ്ഞതുപോലെ ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർമെന്റിന് ശേഷം